വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ MSF നേതാവ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘം. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് കാസിം അല്ല എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. കാസിമിന്റെ ഫോൺ പരിശോധനാ ഫലവും SIT വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ലക്ഷ്മിപ്രിയ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലക്ഷ്മിപ്രിയ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ MSF നേതാവിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് കാസിമിനെ പ്രതി ചേർത്തിരുന്നു. ഏതായാലും ഈ പ്രതിപട്ടികയിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് മുഹമ്മദ് കാസിം അല്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാസിമിന്റെ ഫോണുമായി ബന്ധപ്പെട്ട പരിശോധന ഫലവും വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉയർന്നു വരുന്നത്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ LDF മുഹമ്മദ് കാസിമിന് നേരെ പരാതി കൊടുത്തിരുന്നു. മുഹമ്മദ് കാസിമാണ് ഇത്തരത്തിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പരാതിയെ തുടർന്ന് തന്നെ കേസെടുക്കുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കാസിമിനെ ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് താനല്ല ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 3 ഫോണും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫോണിനെ പരിശോധിച്ചപ്പോൾ തന്നെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിന്ന് മുഹമ്മദ് കാസിമിനെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നടപടികളിലേക്ക് അടക്കം കടക്കുന്നത്. അതേസമയം 2 വർഷത്തിലധികം കാസിം നിയമ പോരാട്ടത്തിലായിരുന്നു. താൻ ഈ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ജിതിൻ ഭാസ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പോലീസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു, കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാദം പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും നാളെയാണ് ഈ ഒരു ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിയിട്ടുള്ളത്. ഈ ഒരു വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്, അതായത് ഈ ഒരു പ്രതിഭാഗം വാദിച്ചിട്ടുള്ളത് ഈ ജിതിൻ മനഃപൂർവ്വമല്ല ഈ ഫോൺ റീസെറ്റ് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് മനഃപൂർവ്വമാണ് ജിതിൻ ഇത്തരത്തിലൊരു ഫോൺ റീസെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. നാളെയാണ് ഈ ഒരു ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത്. അതേസമയം ഈ ജിതിൻ ഭാസ്കർ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്യുന്നത് DYFI നേതാവായിട്ടുള്ള റിബീഷിനാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. റിബീഷിനെ ചോദ്യം ചെയ്യുകയടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ റിബീഷ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലും നാളെയാണ് വാദം കേൾക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അശ്വതി. ശരി, ലക്ഷ്മിപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്.